ഹായ് നമസ്കാരം ഫ്രണ്ട്സ്, നീതാസ് രുചി ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ മുട്ട റോസ്റ്റിൻ്റെയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഒരു മുട്ട റോസ്റ്റാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ 2 വലിയ സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വലിയ അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം. ഇതിൽ ഞാൻ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. ഇനി ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. എളുപ്പത്തിൽ തന്നെ മുട്ട പുഴുങ്ങിയെടുക്കാം. അതിനൊരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഈ മുട്ട പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. ഇനി ഇതൊരു വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിക്കാം. ഒറ്റ വിസിൽ കേട്ട് കഴിയുമ്പോഴേക്കും ഈ മുട്ട നന്നായിട്ട് വെന്ത് കിട്ടും. മുട്ട വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്താലും മതി. പിന്നെ സവാള നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഇപ്പോൾ ഇതെല്ലാം ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള തീരെ കനം കുറച്ച് വേണം ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിൽ കേട്ടിട്ടുണ്ട്. കുക്കർ ഒന്ന് തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എങ്കിലേ നമ്മുടെ ഈ മുട്ട റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഇതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടണം. നല്ലതുപോലെ വഴന്ന് വന്നാലേ നമ്മുടെ മുട്ട റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പം സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. തീ തീരെ കുറച്ച് തന്നെ വെച്ച് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്നതൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പം ചെറുതായിട്ട് ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇത് വഴന്ന് കിട്ടണം. ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പം സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് തന്നെ വെച്ച് വേണം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി എരിവിൻ്റെ അനുസരിച്ച് എടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇനി ഈ പൊടികളെല്ലാം നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ല മൂത്ത ഒരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്രേവി തയ്യാറാക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൽ പാകത്തിന് ഉപ്പുണ്ട്.
ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെക്കാം. ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വരണം. കറി നല്ലതുപോലെ വറ്റി വരുന്നുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മുട്ട രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഗ്രേവി എല്ലാം മുട്ടയുടെ മുകളിലേക്കൊന്ന് ആക്കി കൊടുക്കാം. മുട്ടയിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും. ഈ മസാലയെല്ലാം ഞാൻ മുട്ടയുടെ മുകളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. 2-3 മിനിറ്റ് ചെറിയ തീയിൽ തന്നെ വെച്ച് ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി എല്ലാം നല്ലതുപോലെ കുറുകി മുട്ടയിലൊരു കോട്ടിങ് പോലെ ആയിട്ടുണ്ട്. ഇത് ചോറ്, ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു.